ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി 6th സെമസ്റ്റർ B-Pharm ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജിയിലെ യൂണിറ്റ് 5 ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കാണ്. എന്താണ് ഫെർമെന്റേഷൻ എന്നുള്ളത്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ, ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് ഫെർമെന്റേഷൻ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ, ഫെർമെന്റേഷന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ബയോ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഫെർമെന്റേഷനും ബയോ പ്രോസസ്സും തമ്മിലുള്ള ഡിഫറൻസ്, എന്താണ് ഫെർമെന്റർ, ഫെർമെന്റർ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്താണ്, then what are the some industrial products which can be synthesized by fermentation products in fermentation process, and how can we classify the fermentation process, what are the different types of fermentation. So let's start with the definition. Fermentation is a metabolic process by which the microorganism will generate energy from organic compounds by the activity of enzyme. ഇപ്പൊ നമ്മൾ ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ചെയ്യുന്നത്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള, മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞ ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യുക. ന്യൂട്രിയൻസ് ആയിട്ട് കൊടുക്കുക മൈക്രോ ഓർഗാനിസത്തിന്. ആ മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാനുള്ള എൻവിറോൺമെന്റ്, ടെമ്പറേച്ചർ, പ്രഷർ, അതിന്റെ ഡ്യൂറേഷൻ, ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക. എന്നിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ ഈ ഒരു ക്രൂഡ് ഫോമിൽ ഗ്രോ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളത് മാത്രമാണ് ഫെർമെന്റേഷൻ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എഫക്റ്റ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ കുറച്ച് ഡിസൈർഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ നമുക്ക് അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സെപ്പറേറ്റ് പ്രോസസ്സാണ്. ആ ഒരു പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ക്രൂഡ് ഫോം ആയിട്ട് നമുക്ക് അതിൽ നിന്ന് എക്കണോമിക്കൽ ആയിട്ടുള്ള കുറെ അധികം യൂസ്ഫുൾ പ്രൊഡക്ട്സുകൾ നമുക്ക് സിന്തസിസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഡെഫിനിഷൻ ഈസ് ഇറ്റ് ഈസ് എ മെറ്റബോളിക് പ്രോസസ് ബൈ വിച്ച് മൈക്രോ ഓർഗാനിസം ജനറേറ്റ് എനർജി ഇൻ ഡിഫറെന്റ് ഫോം. ചില സമയത്ത് സബ്സ്ട്രേറ്റ് ആയിട്ടായിരിക്കും അത് സിന്തസിസ് ചെയ്യുന്നത്. എന്നിട്ട് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിന് വേണ്ട കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിന് എസെൻഷ്യൽ അല്ലാത്ത കുറച്ച് പ്രൊഡക്ട്സുകൾ ഉണ്ടാവാം ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് സിന്തസിസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബൈ ദ ആക്ടിവിറ്റി ഓഫ് എൻസൈം. ആൻഡ് ദ വേർഡ് fermentation is originated from a Latin word fervor, which means to boil. ഒരു സാധനത്തിനെടുത്ത് ബോയിൽ ചെയ്യുക എന്നുള്ള ഒരു അർത്ഥമുള്ള ഒരു ലാറ്റിൻ വേർഡ് നിന്ന് വന്നിട്ടുള്ളതാണ് ഫെർമെന്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫെർവർ എന്ന് പറയുന്ന വേർഡ് നിന്നാണ് അത് വന്നിട്ടുള്ളത്. Fermentation applied to the growth of microorganism in liquid under either aerobic or anaerobic condition to produce economically useful products. So during the fermentation process, there may be two kind of metabolites which are produced by the microorganism. Either it will be a primary metabolites or it may be a secondary metabolites. So primary metabolites are the products which are produced during lag or exponential phase and which are essential for the growth of microorganism. ഇപ്പൊ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കർവ് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നമ്മൾ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് കൊടുത്ത് അതിലോട്ട് ഒരു മൈക്രോ ഓർഗാനിസത്തിനെ കൊടുത്ത് ഒരു സ്പെസിഫിക് ടൈം ഓഫ് പീരിയഡിൽ നമ്മൾ അതിന്റെ ഗ്രോത്ത് ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു 4 ഡിഫറെന്റ് ഫേസ് ഓഫ് ഗ്രോത്ത് കർവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാഗ് ഫേസ്, ലോഗ് ഫേസ്, അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ്, ദെൻ സ്റ്റേഷനറി ഫേസ് ആൻഡ് ഡിക്ലൈൻ ഫേസ്. അപ്പൊ ഇതില് ഈ പ്രൈമറി മെറ്റബോളൈറ്റ്സുകൾ സാധാരണഗതിയിൽ ഉണ്ടാവുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ ലോഗ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഫേസിലാണ് ഈ പ്രൈമറി മെറ്റബോളൈറ്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ദീസ് മെറ്റബോളൈറ്റ്സ് ആർ എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ഇറ്റ്സെൽഫ്. അങ്ങനെയുള്ള പ്രൊഡക്റ്റിനെയാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. Even we can also use it for different purpose. It may be some desirable products like glutamic acid, ലൈസിൻ, പ്രോട്ടീൻ, ലൈപ്പിഡ്, കാർബോഹൈഡ്രേറ്റ് ആൻഡ് സിട്രിക് ആസിഡ്. ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്കും ഡിസൈറബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. മോർ ഓവർ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ആൾസോ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിക്ലറേഷൻ ഓർ സ്റ്റേഷനറി ഫേസ് ആൻഡ് വിച്ച് ആർ നോട്ട് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം. So examples are antimicrobial compounds like antibioticsകളാവാം, അല്ലെങ്കിൽ എൻസൈം ഇൻഹിബിറ്റേഴ്സുകളാവാം, ഗ്രോത്ത് പ്രൊമോട്ടേഴ്സുകളാവാം. ഇങ്ങനെയുള്ള സബ്സ്റ്റൻസുകളൊക്കെ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിന് എസെൻഷ്യൽ അല്ല, പക്ഷെ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ്. അപ്പൊ നമ്മളുടെ ഫെർമെന്റേഷൻ ചെയ്യാൻ എന്തിനാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റിന്റെ ഫെർമെന്റേഷൻ ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ ഫേസിൽ നിർത്തുക എന്നുള്ളതാണ് ഫെർമെന്റേഷന്റെ ആകെയുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്.
നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈറബിൾ പ്രൊഡക്റ്റ് പ്രൈമറി മെറ്റബോളൈറ്റ് ആണോ? പ്രൈമറി മെറ്റബോളൈറ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫെർമെന്റേഷൻ പ്രോസസ്സിൽ ലാഗ് ഫേസ് അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഫേസിന്റെ ലെങ്ത് കൂട്ടുക. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ചെയ്യേണ്ടത് അതിന്റെ ഡിക്ലറേഷൻ അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസിന്റെ ലെങ്ത് കൂട്ടുക. അപ്പൊ കൂടുതൽ പ്രൊഡക്റ്റ് നമുക്ക് അതാത് ഫേസിൽ നിന്ന് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഓഫ് ഫെർമെന്റേഷൻ. Now, there is another term which is usually replacing the fermentation process. That is the bioprocess. Bioprocess technology is a more recent usage to replace the fermentation technology, and which broadly involves a multitude of enzyme catalyzed reaction carried out by living cells or cell-free system. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഫെർമെന്റേഷനും ബയോപ്രോസസ്സും എന്ന് പറഞ്ഞ രണ്ട് വേർഡും രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ബയോപ്രോസസ് എന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൽ എന്ന് പറയുന്നത് ഹയർ ഓർഡർ സെൽസുകളാണെങ്കിൽ ലൈക്ക് പ്ലാന്റ് സെൽസുകൾ അല്ലെങ്കിൽ അനിമൽ സെൽസുകളൊക്കെയാണ് ഫെർമെന്റേഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ബയോപ്രോസസ് എന്ന് പറയുന്നത്. അതല്ല സിമ്പിൾ ആയിട്ടുള്ള മൈക്രോബിയൽ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഫെർമെന്റേഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് ബയോ റിയാക്ടർ. അപ്പൊ ഫെർമെന്റേഷൻ നടത്താൻ അല്ലെങ്കിൽ ബയോ പ്രോസസ്സ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിനെ അല്ലെങ്കിൽ എക്യുപ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഫെർമെന്റർ അല്ലെങ്കിൽ ബയോ റിയാക്ടർ എന്ന് പറയും. അഗെയിൻ ഡിഫറൻസ് ഇസ് ഇഫ് വി ആർ യൂസിങ് ബയോ റിയാക്ടർ വി വിൽ യൂസ് ദ സെൽ ലൈക്ക് മമാലിയൻ സെൽ അല്ലെങ്കിൽ ഇൻസെക്ട് സെൽ, യൂകാരിയോട്ടിക് സെൽസുകളാണ് ബയോ റിയാക്ടേഴ്സിൽ സെല്ലുകളായിട്ട് യൂസ് ചെയ്യുക. അതല്ല ഫെർമെന്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗൈ പോലെയുള്ള പ്രോകാരിയോട്ടിക് സെൽസുകളാണ് യൂസ് ചെയ്യുക. So fermenter is usually referred to a containment system of cultivation of prokaryotic cells. Containment system എന്ന് പറഞ്ഞാൽ നമ്മൾ കൾച്ചർ മീഡിയയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഒക്കെ ഉള്ള ഒരു സിസ്റ്റം, അതിനെയാണ് കണ്ടെയ്ൻമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. കൾച്ചർ മീഡിയ ക്യാരി ചെയ്യാനുള്ള വെസൽ ഉണ്ടാവണം, അതിന്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ, അതിൽ എയറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എക്യുപ്മെന്റ് എന്ന് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ബയോ റിയാക്ടർ. Now, let's see what are the some industrial products which can be produced by fermentation process. First one is food items like dairy products like cheese and yogurt. Then vitamin like vitamin B1 and B12. Amino acid like glutamic acid and lysine. Glucose and high fructose syrup. Then mushroom products, baker's yeast. Then food additives like antioxidants, colors and flavors. Then beverages like beer, wine and whiskey. These are the some products which can be produced by fermentation. Food products which can be produced by fermentation technology. Then we can synthesize some chemicals in different form. Organic bulk form like ethanol, butanol, acetone, organic acid like citric acid and gluconic acid and lactic acid. Then organic fine substances like enzyme, polymers like xanthan and dextran. Then inorganic molecules, chemicals like bioaccumulation and leaching products, copper അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then we can use fermentation process for different pharmaceutical or healthcare products for the production of antibiotics, vaccines, steroid, diagnostic enzymes, monoclonal antibody, enzyme inhibitors. അപ്പൊ ഈ പ്രോസസ്സിലൊക്കെ നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡി ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബൾക്ക് ആയിട്ടാണ് അതിന്റെ ഗ്രോത്ത് നമ്മൾ എടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഫെർമെന്റർ തന്നെയാണ്, ഫെർമെന്റേഷൻ പ്രോസസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. Then in agriculture, single cell protein, microbial pesticide, composting process, plant cell and tissue culture. These are the different importance of fermentation in different industrial products. Now these are some examples and their microorganisms which are used for the synthesis of some pharmaceutically or some chemically important ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ. എത്തനോൾ എന്ന് പറയുന്നത് സാധാരണ ഫെർമെന്റേഷൻ വഴി നമ്മൾ പറയുന്നതാണ്, വെയിനിന്റെ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബീവറേജസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. സക്കാരോമൈസസ് സെർവീസിയെ ആണ് അതിനെ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്, which is used as an industrial solvent and beverage. Then glycerol, Saccharomyces cerevisiae for production of explosive. Then lactic acid, Lactobacillus vulgaris, food and pharmaceutical products ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. Acetone and butanol, Clostridium acetobutylicum, solvent ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. Alpha amylase, Bacillus subtilis, സ്റ്റാർച്ചിന്റെ ഹൈഡ്രോളിസിന് എൻസൈം, അതിനെ ഹൈഡ്രോളിസിന് വേണ്ട എൻസൈം
which we have already discussed in first unit. എൻസൈമിന്റെ ഫെർമെന്റേഷൻ പ്രോസസ്സ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. രണ്ട് മെത്തേഡും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഫെർമെന്റേഷൻ മെത്തേഡും റീകോമ്പിനന്റ് DNA മെത്തേഡും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, now let's see what are the types of fermentation process. അപ്പോൾ ഫെർമെന്റേഷൻ പ്രോസസ്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, based on their മോഡ് ഓഫ് ഗിവിംഗ് സബ്സ്ട്രേറ്റ്. നമ്മളൊരു അതിലോട്ട് ന്യൂട്രിയന്റ് കൊടുക്കുന്നത് ഏത് മെത്തേഡിലാണ് എന്നുള്ളതിനനുസരിച്ച് ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അത് എയറോബിക് ആണോ അനൈറോബിക് ആണോ എന്നുള്ളതിനനുസരിച്ച് അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ എയറോബിക് കണ്ടീഷൻസിലാണ് ഫെർമെന്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എയറോബിക് ഫെർമെന്റേഷൻ എന്ന് പറയും, അതല്ലെങ്കിൽ അനൈറോബിക് ഫെർമെന്റേഷൻ എന്ന് പറയും. അതല്ല, ഇനി അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂട്രിയൻ മീഡിയത്തിന്റെ സ്റ്റേറ്റ്, ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ് എന്നുള്ളതിനനുസരിച്ച്, വെദർ ഇറ്റ് ഈസ് ആൻ സോളിഡ് സ്റ്റേറ്റ് ഓർ ലിക്വിഡ് സ്റ്റേറ്റ് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഇനി അതല്ല, ഇതിൽ ഉണ്ടാവുന്ന മെറ്റബോളൈറ്റ്സുകൾ ഡയറക്ട്ലി ഫോമിംഗ് ആണോ എന്നുള്ളതിനനുസരിച്ച് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബാച്ച് ഫെർമെന്റേഷൻ. അപ്പൊ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് വരുന്ന ബാച്ച് ഒക്കെ ഒരു സംഗതി കഴിഞ്ഞിട്ട് അടുത്ത സംഗതി ചെയ്യുന്നതിനാണ് ബാച്ച് എന്ന് പറയാം. ഒരു സാധനം മാനുഫാക്ചർ ചെയ്ത് അത് ഉണ്ടാക്കി കഴിഞ്ഞ് അതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രോസസ്സ് തുടങ്ങുന്നതാണ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ന്യൂട്രിയൻസുകൾ ഇനീഷ്യൽ ആയിട്ട് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതിന് വേണ്ട സബ്സ്ട്രേറ്റ് നമ്മൾ ഇനീഷ്യൽ ആയിട്ട് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു, അതിലോട്ട് മൈക്രോ ഓർഗാനിസത്തിനെ കൊടുക്കുന്നു. മൈക്രോ ഓർഗാനിസത്തിന് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ട ഡിഫറെന്റ് കണ്ടീഷൻസുകൾ കൊടുക്കുന്നു. ബാക്കിയുള്ള അതിൽ നടക്കുന്ന കോമ്പോസിഷൻസും കാര്യങ്ങളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അവിടെ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നോ ഫൈനലി ആ പ്രൊഡക്റ്റിന് ആ ഡെഫിനിറ്റ് പീരിയഡ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ അതിലുള്ള കംപ്ലീറ്റ് ന്യൂട്രിയൻസ് എക്സോസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യും. അതാണ് ബാച്ച് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാച്ച് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സിസ്റ്റം in which we will add initial and limited amount of sterilized nutrient media. Okay, അതാണ് ബാച്ച് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് സാധാരണഗതിയിൽ ഈ ബാച്ച് ഫെർമെന്റേഷൻ പ്രോസസ്സിൽ നമുക്ക് കിട്ടുക. അതിൽ പ്രൈമറി മെറ്റബോളൈറ്റ്സ് ഉണ്ട്, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ പ്രൈമറി മെറ്റബോളൈറ്റ്സിന്റെ ഈൽഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പൊണൻഷ്യൽ ഫേസ് ആണ്, അതിനെയാണ് ലെങ്തൻ പ്രൊലോങ് ചെയ്യേണ്ടത്. അതുപോലെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ ഗ്രോത്ത് ആണ് കൂട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത് വി വിൽ റെഡ്യൂസ് ദ എക്സ്പൊണൻഷ്യൽ ഫേസ്. എക്സ്പൊണൻഷ്യൽ റേറ്റിൽ ആ ഒരു ഫേസിന്റെ ലെങ്ത് കുറക്കുക എന്നുള്ളതാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബാച്ച് ഫെർമെന്റേഷൻ പ്രോസസ്സിൽ ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫെർമെന്റേഷൻ പ്രോസസ്? അപ്പൊ നമ്മൾ ഒരു ബാച്ച് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വേറെ ഒന്നും നോക്കാനില്ല, അതിന്റെ ഇടയ്ക്ക് വേറെ ഒന്നും കൺട്രോൾ ചെയ്യാനില്ല. നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് എടുക്കാം, അതിന് വേണ്ട മൈക്രോ ഓർഗാനിസത്തിന് കൊടുക്കുക, ആ പ്രൊഡക്റ്റിന്റെ ബാച്ച് കഴിയുന്ന സമയത്ത് അതിൽ നിന്ന് പ്രൊഡക്റ്റിന് എടുക്കുക, അത് വീണ്ടും അടുത്ത പ്രോസസ്സിനാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് റിമൂവ് ചെയ്തതിനു ശേഷം അടുത്ത ഒരു ന്യൂട്രിയൻസ് വെച്ച് വീണ്ടും അടുത്ത പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഫെർമെന്റേഷൻ തുടങ്ങാന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ കുറവാണ്. നമ്മൾ കൊടുക്കുന്ന മൈക്രോ ഓർഗാനിസം അല്ലാതെ വേറൊരു മൈക്രോ ഓർഗാനിസം അതിലോട്ട് വരാനുള്ള ചാൻസ് കുറവാണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് പറയുന്ന സമയത്ത് നമുക്ക് ഓരോ സമയത്തും ഈ ഒരു അപ്പാരറ്റസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഈവൻ നമ്മൾ ഒരേ പ്രൊഡക്റ്റിന്റെ ഫെർമെന്റേഷൻ ആണ് രണ്ടാമതും നടത്തുന്നത് എന്നുണ്ടെങ്കിൽ കൂടി ഒരു ബാച്ച് കഴിഞ്ഞാൽ അതിനെ ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് അതിന്റെ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് അടുത്ത ബാച്ചിനുള്ള ന്യൂട്രിയൻസുകൾ കൊടുക്കണം. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം കൂടുതലാണ്. ടു ബി ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ്ഡ് ഫോർ എവറി ബാച്ച് ആൻഡ് there is an increased by eliminating turnover time or downtime. അപ്പൊ ഇതിന് വേണ്ട ടൈമും കൂടുതലാണ്, ക്ലീനിങ് പ്രോസസ്സിനുള്ള ടൈം കൂടുതലാണ്. റണ്ണിങ് കോസ്റ്റർ ഈസ് ഗ്രേറ്റർ ഫോർ പ്രിപ്പയറിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് സ്റ്റോക്ക് കൾച്ചർ. സ്റ്റോക്ക് കൾച്ചർ എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം പ്യുവർ ഫോമിൽ തന്നെ നമുക്ക് അതിനെ പ്രിസർവ് ചെയ്യേണ്ടതുണ്ട്. അതിൽ വേറെ കണ്ടാമിനേഷൻ ഒന്നും ഇല്ല നിർത്തുക എന്ന് പറയുന്നത്. അപ്പൊ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ കണ്ടാമിനേഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം, അത് ലൈവായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം, അത് കോസ്റ്റ്ലി ആണ് എന്നുള്ളതാണ്. Then there will be an increased frequency of sterilization. അപ്പോ ആ ഒരു അപ്പാരറ്റസ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ തവണ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയത്ത് അപ്പാരറ്റസിന് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫെർമെന്ററിന് അത് ഹാർംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈൽഡ് മേ വാരി. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുന്ന ഒരു ബാച്ചിൽ കിട്ടിയ ഈൽഡ് ആയിരിക്കില്ല രണ്ടാമത്തെ ബാച്ചിൽ കിട്ടുന്നത്. അതൊരു പ്രോബ്ലമാണ്. കൺസിസ്റ്റൻസ് അല്ല എന്നുള്ളത്. മോർ പേഴ്സണൽ റിക്വയർമെന്റ് ഈസ് ദർ. ഓട്ടോമാറ്റിക് പ്രോസസ് ഒന്നും അല്ല. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഓരോന്നിനും മാൻ പവർ കൂടുതലാണ് എന്നുള്ളതാണ്
ബാച്ച് ഫെർമെന്റേഷന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയും. സെക്കൻഡ് വൺ ഈസ് ഫെഡ് ബാച്ച് ഫെർമെന്റേഷൻ. ഫെഡ് ബാച്ച് തന്നെയാണ്, പക്ഷെ ഫെഡ് ചെയ്യുന്നുണ്ട്, ഫീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഡിഫറൻസ്. അപ്പൊ നമ്മൾ ആദ്യത്തിൽ പറഞ്ഞു ഇനീഷ്യൽ ഒരു എമൗണ്ട് കൊടുക്കുന്നു, അത് അവസാനം വരെ ആ ഒരു എമൗണ്ട്, അതിൽ മാറ്റമൊന്നുമില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്പെസിഫിക് ഇന്റർവെൽസിൽ ന്യൂട്രിയൻസ് മാത്രം ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. വി ആർ നോട്ട് റിമൂവിങ് എനിത്തിങ്, ബട്ട് വി ആർ ഗിവിങ് സബ്സ്ട്രേറ്റ്. മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ മെറ്റബോളിക് എൻ പ്രൊഡക്ട്സുകൾ ഉണ്ടാവും, ടോക്സിക് പ്രൊഡക്ട്സുകൾ ഉണ്ടാവും, ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പൊ ആ ഡെഫിഷ്യൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ന്യൂട്രിയൻസിനെ വീണ്ടും ഡിഫറെന്റ് കോൺസെൻട്രേഷനിൽ ഡിഫറെന്റ് ടൈം ഇന്റർവെൽസിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വി ക്യാൻ പ്രൊലോങ് ലോങ് ആൻഡ് സ്റ്റേഷനറി ഫേസ് എന്നുള്ളതാണ്. ഫെഡ് ബാച്ച് ഫെർമെന്റേഷൻ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ഫേസും അതുപോലെ സ്റ്റേഷനറി ഫേസും നമുക്ക് പ്രൊലോങ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കൂടുതൽ പ്രൈമറി മെറ്റബോളൈറ്റ്സുകൾ വേണ്ട പ്രൊഡക്റ്റുകളാണെങ്കിൽ നമുക്ക് ഫെഡ് ബാച്ച് ഫെർമെന്റേഷൻ വെച്ചാണ് ഫെർമെന്റേഷൻ നടത്തുന്നതാണ് കുറച്ചും കൂടി നന്നാവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡിഫിക്കൽറ്റി ടു മെഷർ ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഡിഫറെന്റ് ടൈം ഇന്റർവെൽസിൽ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അതിലുള്ള സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം നമുക്ക് അറിയില്ല എത്രത്തോളം പ്രൊഡക്റ്റ് മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്തിട്ടുണ്ട്, മീൻ സബ്സ്ട്രേറ്റ് മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്തിട്ടുണ്ട്, അത് എത്രത്തോളം കൺവേർട്ടഡ് ആയിട്ടുണ്ട്, ഇനി കുറച്ച് കഴിയുന്ന സമയത്ത് ഇനി ഇതിൽ എത്ര ന്യൂട്രിയൻസ് ഉണ്ട്, എത്ര ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്, എത്ര എക്സോസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ക്യാൻ ബി ഡൺ ബൈ ഡിഫറെന്റ് മെത്തേഡ്. 3 ടൈപ്പിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒന്നാമത്തേതാണ് വാരിയബിൾ വോളിയം ഫീഡ് ബാച്ച് കൾച്ചർ എന്ന് പറയും, ഫെഡ് ബാച്ച് കൾച്ചർ എന്ന്. അതായത് അവിടെ വോളിയം വാരി ചെയ്യുന്നത് നമ്മൾ നോക്കുന്നില്ല, നമ്മൾ ന്യൂട്രിയന്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ടോട്ടൽ വോളിയം ഓഫ് ഫെർമെന്റേഷനിൽ യൂസ് ചെയ്യുന്ന വോളിയത്തിൽ വാരി ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാതെ ന്യൂട്രിയന്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് വാരിയബിൾ വോളിയം ഫെഡ് ബാച്ച് കൾച്ചർ എന്ന് പറയുന്നത്. റിസൾട്ടിങ് ഇൻ ഇൻക്രീസിംഗ് വോളിയം, ദർ വിൽ ബി ആൻ ഇൻക്രീസിംഗ് വോളിയം. ദെൻ ഫിക്സ്ഡ് വോളിയം ഫെഡ് ബാച്ച്. അവിടെ വോളിയം ഫിക്സ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മൈന്യൂട്ട് ആയിട്ടുള്ള കോൺസെൻട്രേഷനിൽ സബ്സ്ട്രേറ്റ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ടിൽ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മെത്തേഡ്, ഫിക്സ്ഡ് വോളിയം ഫെഡ് ബാച്ച് കൾച്ചർ എന്ന് പറയുന്നത്. ദെൻ സൈക്ലിക് ഫെഡ് ബാച്ച് കൾച്ചർ എന്ന് പറയുന്നത് അത് നമുക്ക് ഫീഡിങ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ നെസസറി ആവുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ അത് സൈക്കിൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൈക്ലിക് ഫെഡ് ബാച്ച് കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്നുള്ളതാണ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ ഈൽഡ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. പ്രൊലോങ് ലാഗ് ഫേസ്, ലോഗ് ആൻഡ് സ്റ്റേഷനറി ഫേസ് നമ്മൾ കൂട്ടുന്നത് കൊണ്ട് തന്നെ പ്രൈമറി മെറ്റബോളൈറ്റ്സ് ഉണ്ടാവുന്നതിന്റെ സെൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ആൻഡ് കറ്റബോളൈറ്റ് റിപ്രഷൻ, ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് വഴി ഉണ്ടാവുന്ന ഇൻഹിബിഷൻ ഉണ്ട്. പല സമയത്തും ഫെർമെന്റേഷൻ വഴി ഉണ്ടാവുന്ന ഡിസൈറബിൾ പ്രൊഡക്റ്റ് തന്നെ അതിന്റെ പ്രൊഡക്ഷനെ, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഫർദർ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ വാട്ടർ ലോസ് ഉണ്ടാവുന്ന സമയത്ത് അതിനെ റീപ്ലേസ് ചെയ്യാൻ ഇവിടെ പറ്റുന്നുണ്ട് എന്നുള്ളത്. ദെൻ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, മെറ്റബോളിക് എൻ പ്രൊഡക്ട്സുകൾ ഉണ്ടാവുന്നതിനനുസരിച്ച് അതിനെ ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഡീലിംഗ് വിത്ത് ടോക്സിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻക്രീസ് ഓഫ് ആന്റിബയോട്ടിക് മാർക്ക്ഡ് പ്ലാസ്മിഡ് സ്റ്റെബിലിറ്റി. ദെൻ അഡീഷണൽ പീസ് ഓഫ് എക്യുപ്മെന്റ് ഈസ് നോട്ട് നെസസറി. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ എക്യുപ്മെന്റിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. കാരണം എങ്ങനെയാണോ ഒരു കൺവെൻഷൻ ആയിട്ടുള്ള ഫെർമെന്റർ വേണ്ടത് അതിലോട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഡിസഡ്വാൻറ്റേജ് വരുന്ന സമയത്ത്, ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് കോൺസെൻട്രേഷനെ മെഷർ ചെയ്യാന്ന് പറഞ്ഞത് പോസിബിൾ അല്ല. എത്രത്തോളം അതിൽ റിമൈനിങ് ആയിട്ടുള്ള ന്യൂട്രിയന്റ് എൻ പ്രൊഡക്ട്സുകൾ ഉണ്ട് എന്നുള്ളത്. അതുപോലെ ഇറ്റ് റിക്വയർ പ്രീഷ്യസ് അനാലിസിസ് ഓഫ് മൈക്രോ ഓർഗാനിസം. നമ്മൾ സാധാരണഗതിയിൽ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഇനോക്കുലം ആഡ് ചെയ്യുക 10% ആണ്. അപ്പൊ 100 ml നമ്മൾ കൾച്ചർ മീഡിയ അല്ലെങ്കിൽ ന്യൂട്രിയന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 10% ആണ് ഇനോക്കുലത്തിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഈ വോളിയം വാരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മൈക്രോ ഓർഗാനിസം അതിന്റെ ഇനോക്കുലം 10% ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, അനാലിസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദെൻ റിക്വയർ ആൻ എമൗണ്ട് ഓഫ് ഓപ്പറേറ്റർ സ്കിൽ. മറ്റതിന് പ്രൊഡക്റ്റ് കഴിയുമ്പോൾ റിമൂവ് ചെയ്യേണ്ട മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടെ നമ്മൾ ഇത് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എത്രത്തോളം മൈക്രോ ഓർഗാനിസം ഉണ്ട്, ഇവിടെ എത്രത്തോളം സ്കില്ല് വേണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് വൺ ഈസ് സെമി കണ്ടിന്യൂസ് ഫെർമെന്റേഷൻ. സെമി കണ്ടിന്യൂസ് ഫെർമെന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് എ പോർഷൻ ഈസ് ആഡഡ് ആൻഡ് എ പോർഷൻ ഈസ് റിമൂവ്ഡ്. നമ്മൾ എത്രയാണോ ന്യൂട്രിയൻസ് കൊടുക്കുന്നത് അത്ര എമൗണ്ടിൽ കുറേശ്ശെ ആയിട്ട് ഫ്രഷ് മീഡിയം വെച്ച് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പ്രൊഡക്റ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വോളിയം മാത്രം നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സെമി കണ്ടിന്യൂസ്
ഫെർമെന്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് ലോഗ് ഫേസ് ആൻഡ് നോൺ പ്രൊഡക്റ്റീവ് ഫേസസ് വിൽ ബി വെരി മച്ച് ഷോർട്ടൻ. അപ്പൊ ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് വിൽ ബി മാക്സിമം, അതിങ്ങനെ കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ ഹാൻഡിലിംഗ് ബയോ റിയാക്ടർ. അതിൽ എന്തൊക്കെ കണ്ടാമിനേഷൻ ഉണ്ട്, എത്രത്തോളം മ്യൂട്ടേഷൻ ഉണ്ടായിട്ടുണ്ടെന്നൊന്നും നമുക്ക് സ്റ്റഡി നടത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് കണ്ടിന്യൂസ് ഫെർമെന്റേഷൻ പ്രോസസ്. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. മന്ത് അല്ലെങ്കിൽ 1 മന്ത് ഒക്കെ നീണ്ടു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഫെർമെന്റേഷൻ പ്രോസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം ന്യൂട്രിയന്റ് ആഡ് ചെയ്യുന്നോ അത്രത്തോളം പ്രൊഡക്റ്റിനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അതിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഇൻവോൾവ് റിമൂവൽ ഓഫ് കൾച്ചർ മീഡിയ കണ്ടിന്യൂസ്ലി and replacement with the fresh sterile media, and we will add and remove the nutrient as well as product in same rate. എത്ര ആണോ പ്രൊഡക്റ്റ് എടുക്കുന്നത് അത്ര തന്നെ ഫ്രഷ് മീഡിയം വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് ദ വർക്കിംഗ് വോളിയം റിമൈൻസ് കോൺസ്റ്റന്റ്. അത് ഇമ്പോർട്ടന്റ് ആണ് കണ്ടിന്യൂസ് ഫെർമെന്റേഷൻ പ്രോസസ്സിൽ. അപ്പൊ ഇത് തന്നെ രണ്ട് രീതിയിൽ നടത്താം. ഹോമോജീനിയസ് മിക്സിംഗ് ബയോറിയാക്ടർ ഉണ്ട്, അല്ലെങ്കിൽ പ്ലഗ് ഫ്ലോ ബയോറിയാക്ടർ. ഹോമോജീനിയസ് മിക്സിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്തത് കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് അത് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കീമോസ്റ്റാറ്റ് ബയോറിയാക്ടർ, അപ്പോൾ എത്രത്തോളം അതിൽ പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്തിട്ട്, സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ അസേ മെത്തേഡിൽ മെഷർ ചെയ്തിട്ട് നമ്മൾ ഉറപ്പുവരുത്താം. അതല്ലെങ്കിൽ അതിൽ ടെർബിഡിറ്റി എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്ന് മെഷർ ചെയ്തിട്ട് നമുക്ക് ആ മിക്സിംഗ് ഈക്വൽ എമൗണ്ടിലാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. അല്ലെങ്കിൽ പ്ലഗ് ഫ്ലോ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക, മറ്റേ സ്ഥലത്ത് നിന്ന് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് തമ്മിൽ മിക്സിംഗ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്ലഗ് ഫ്ലോ ബയോറിയാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട്, മറ്റു സ്ഥലത്തുനിന്ന് പ്രോഡക്റ്റ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെയും ഫസ്റ്റ് സ്ഥലത്ത് വീണ്ടും അതിൽ സബ്സ്ട്രേറ്റും നമുക്ക് അതിൽ വേണ്ട ഇനോക്കുലം അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് പ്ലഗ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ്. നമുക്ക് ഇതിന്റെ സൈസ് വളരെ കുറക്കാൻ പറ്റും. വലിയ ഒരു വോളിയം, ഒരു 1000 ലിറ്റർ വരെയുള്ള സാധനത്തിനൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു 100 ലിറ്റർ കൊള്ളുന്ന ഒരു ബയോറിയാക്ടർ എടുത്തിട്ട് കണ്ടിന്യൂസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും, സൈസ് കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ചെറിയ എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട് തന്നെ മാക്സിമം ഈൽഡ് ഉണ്ടാക്കാൻ പറ്റും. ഓൺലി ലിറ്റിൽ ഓഫ് ഇനീഷ്യൽ ഇനോക്കുലം ഈസ് നീഡഡ്. 10% നമ്മൾ ആഡ് ചെയ്യുന്നത് കണ്ടിന്യൂസ്, അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. yield of the product is more consistent. Then downtime between two success. Most important advantage is that നമുക്ക് ഓരോ പ്രാവശ്യം ഈ അപ്പാരറ്റസിനെ ക്ലീൻ ചെയ്യാനോ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ബാച്ചിന്റെ 2 ബാച്ചുകളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ക്ലീനിങ്ങിനുള്ള വേണ്ട സമയം, അതിനുള്ള ആ ഒരു പ്രോസസ് ഒന്നും വേണ്ട എന്നുള്ളതാണ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ് എന്നുള്ളത്. But there is a most important disadvantage. മെയിൻറ്റെയിനിങ് സ്റ്റെറിലിറ്റി ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. ഓരോ സമയത്തും നമുക്ക് കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, then maintenance of same quality of the culture media for addition are difficult and process become more complex and difficult to accomplish. നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കണ്ടാമിനേഷൻ ഉണ്ടാവാനും അതിലുള്ള ക്വാളിറ്റിയിലുള്ള മാറ്റം വരാനും നമുക്ക് ഉണ്ടാവേണ്ട നമ്മൾ ആഡ് ചെയ്യുന്ന ന്യൂട്രിയൻസിനുള്ള ക്വാളിറ്റിയിലൊക്കെ മാറ്റം വരാനൊക്കെ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതാണ് കണ്ടിന്യൂസ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ അഡിഷൻ ഓഫ് ന്യൂട്രിയൻസ് ടു ദ ഫെർമെന്റർ. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഓക്സിജൻ റിക്വയർമെന്റ്. ഫസ്റ്റ് വൺ ഈസ് അനൈറോബിക് ഫെർമെന്റേഷൻ. ഇറ്റ് ഈസ് carried out in the absence of oxygen, and mainly if we are using anaerobic microorganism like obligative anaerobes or facultative anaerobes. Obligative anaerobes എന്നാൽ നമ്മൾ മൈക്രോബയോളജിയിൽ പഠിച്ചിട്ടുള്ളതാണ്. Which cannot withstand the oxygen or remain active only in the absence of oxygen. അത്രത്തോളം ഓക്സിജൻ റിക്വയർമെന്റ് വേണ്ടാത്ത സാധനം. അതായത് ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഡെഡ് ആവുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഓക്സിജൻ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ വെച്ച് നമുക്ക് ഫെർമെന്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലോസ്ട്രീഡിയം സ്പീഷീസ് ആണ്. രണ്ടാമത്തേതാണ് ഫാക്കൾട്ടേറ്റീവ് അനൈറോബ്സ് എന്ന് പറയും. ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് ഓക്സിജൻ ലൈക്ക് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ പോലെയുള്ള ഓർഗാനിസംസുകളൊക്കെയാണ്. അപ്പോൾ ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് സെക്കാരോമൈസസ് സ്പീഷീസ് യൂസ് ചെയ്തിട്ട് ഈതൈൽ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടോബാസിലസ് ഫോർ ലാക്റ്റിക് ആസിഡ്, ഈക്വളൈ അസറ്റിക് ആസിഡ് ആൻഡ് സക്സിനിക് ആസിഡ്. അപ്പൊ ഇതൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾസുകൾ, അനൈറോബിക് ഫെർമെന്റേഷൻ പ്രോസസ്സിനുള്ള എക്സാമ്പിൾസുകൾ. അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് മാനുഫാക്ചറിങ്ങിന്റെ ആവശ്യമായിട്ടുള്ള ഗ്യാസസുകളായിരിക്കും. എക്കണോമിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് അതിന്റെ കൂടെ ഉണ്ടാവുന്ന ഗ്യാസസ്.
ലൈക്ക് കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസസുകളൊക്കെയാണ്. അപ്പോൾ അതൊരു പ്രോഫിറ്റ് ആണ് മാനുഫാക്ചറെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് ഒരു എക്സ്ട്രാ പ്രൊവിഷൻ വേണം. ഒരു ഫെർമെന്റേഷൻ നടത്തുന്ന സമയത്ത് അനാറോബയോസിസ് ഉണ്ടാക്കാൻ വേണ്ട ഒരു എക്സ്ട്രാ പ്രൊവിഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ് എന്നുള്ളതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എയറോബിക് ഫെർമെന്റേഷൻ പ്രോസസ്. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. നമുക്കിവിടെ പ്രത്യേകിച്ച് കൺട്രോൾ ഒന്നുമില്ല, നോർമൽ അറ്റ്മോസ്ഫിയറിൽ തന്നെ നടത്താൻ പറ്റുന്ന ഒരു ഫെർമെന്റേഷൻ പ്രോസസ്. എയറേഷൻ ഉണ്ടായെന്ന് വെച്ചിട്ട് ഒരു പ്രോബ്ലം ഇല്ലാത്തതാണ്. വിച്ച് ഈസ് carried out in the presence of oxygen. Most commercial process and majority of product of human utility are produced by this method. Now, next method is based on the state of substrate used in fermentation process. അത് ഏത് സ്റ്റേറ്റിലാണ് യൂസ് ചെയ്യുന്നത്, ഇത് സബ്മർജ്ഡ് ആണോ അല്ലെങ്കിൽ സർഫസിലാണോ ഫെർമെന്റേഷൻ പ്രോസസ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈ സർഫസ് ഫെർമെന്റേഷൻ. ഇപ്പൊ പേര് പറയുന്ന പോലെ തന്നെ സോളിഡോ ലിക്വിഡോ ആയിട്ടുള്ള സാധനത്തിന്റെ മുകളിൽ മൈക്രോ ഓർഗാനിസം അതിന്റെ സബ്സ്ട്രേറ്റിന്റെ മുകളിൽ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം സബ്സ്ട്രേറ്റിന്റെ മുകളിലാണ് അതിന്റെ ഫെർമെന്റേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് ആ സബ്സ്ട്രേറ്റിന്റെ സർഫസിൽ നിന്നാണ് ന്യൂട്രിയൻസുകൾ എടുക്കുന്നത്. ഇവിടെ സോളിഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന്റെ സർഫസിൽ നിന്നാണ് മൈക്രോ ഓർഗാനിസത്തിന് വേണ്ട ന്യൂട്രിയൻസുകൾ അബ്സോർബ് ചെയ്യുന്നത്. ഇത് സ്പോറിലേഷൻ നടക്കുന്ന മൈക്രോ ഓർഗാനിസംസുകൾ, ആ രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസുകളൊക്കെ ഫെർമെന്റേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്, സർഫസ് ഫെർമെന്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഏരിയയിലുള്ള മൈക്രോ ഓർഗാനിസംസുകൾ ഡിഫറെന്റ് രീതിയിലുള്ള ന്യൂട്രിയൻ സിറ്റുവേഷൻസുകളായിരിക്കും, അൺഈക്വൽ കണ്ടീഷൻ ആയിരിക്കും. അത് ഓക്സിജനേഷൻ ആയാലും ശരി, ന്യൂട്രിയന്റ് ആയാലും ശരി, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അതിൽ കിട്ടുന്ന എഫക്ട്സ് എന്ന് പറയുന്നത്. അതാണ് സർഫസ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സബ്മർജ്ഡ് ഫെർമെന്റേഷൻ. പേര് പറയുന്ന പോലെ തന്നെ ഇതൊരു ലിക്വിഡ് ആണ്. സബ്സ്ട്രാറ്റം അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂട്രിയൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. അപ്പൊ ഇത് ഇൻസൈഡ് ദ സബ്സ്ട്രാറ്റത്തിന്റെ അകത്താണ്, അല്ലെങ്കിൽ ആ സബ്സ്ട്രാറ്റം ലിക്വിഡ് ആയിട്ടുള്ള കൾച്ചർ മീഡിയന്റെ അകത്താണ് ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസങ്ങൾ ഗ്രോത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് യൂണിഫോം ആവാൻ വേണ്ടി നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷനിൽ സ്പാർജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു അഡിഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ഫെർമെന്റേഷൻ പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഫെർമെന്ററിന്റെ ഡിസൈനിൽ സ്പാർജർ അതുപോലെ തന്നെ ഇംപ്ലർ ബ്ലേഡുകൾ യൂസ് ചെയ്യേണ്ടി വരും, കറക്റ്റ് ആയിട്ട് മിക്സിംഗ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് സബ്മർജ്ഡ് ഫെർമെന്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈ സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സോളിഡ് സബ്സ്ട്രേറ്റ് ഫെർമെന്റേഷൻ പ്രോസസ്. ഓക്കെ, അപ്പൊ സോളിഡ് സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഫെർമെന്റേഷൻ പ്രോസസ്സിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീ വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് മിനിമം അല്ലെങ്കിൽ ആബ്സെൻസ് എന്നുള്ള രീതിയിൽ ഫെർമെന്റേഷൻ പ്രോസസ്സ് നടത്തുമ്പോഴാണ് നമ്മൾ അതിനെ സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സോളിഡ് സബ്സ്ട്രേറ്റ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സോളിഡ് സബ്സ്ട്രേറ്റ് ഫെർമെന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ട്രേറ്റ് itself will act as an carbon source occurring in the near absence of free water, and solid state fermentation will be employ the natural substrate as above or an inert substance used to solid substrate എന്നുള്ളതാണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഫെർമെന്റേഷൻ പ്രോസസ് ആണ്. അത് എങ്ങനെയാണ് അതിന്റെ പ്രൈമറി മെറ്റബോളിസം നടക്കുന്നത് അല്ലെങ്കിൽ പ്രൈമറി മെറ്റബോളൈറ്റ്സുകൾ ഉണ്ടാവുന്നത് എന്നുള്ളത് ബേസ്ഡ് ഓൺ ദ പ്രൊഡക്റ്റ് ഫോർമേഷൻ ഇൻ റിലേഷൻ ടു എനർജി മെറ്റബോളിസം. അത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ടൈപ്പ് 1 എന്ന് പറയുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഈസ് ഫോംഡ് ഡയറക്ട്ലി ഫ്രം ദ പ്രൈമറി മെറ്റബോളൈറ്റ് ആൻഡ് യൂസ്ഡ് ഫോർ ദ എനർജി പ്രൊഡക്ഷൻ. സോ പ്രൊഡക്ഷൻ ഈസ് ഡ്യൂ ടു ദ റിസൾട്ട് ഓഫ് പ്രൈമറി മെറ്റബോളിസം. ടൈപ്പ് 2 ആവുന്ന സമയത്ത് the product is formed from the substrate used for the primary energy metabolism and product is produced in secondary pathway. ഒരു സെക്കൻഡറി ആയിട്ടുള്ള പാത്വേയിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ടൈപ്പ് 3 ഫെർമെന്റേഷൻ there is a clear distinction between primary metabolism and product formation as they occur at separate time. അതാണ് ഈ ടൈപ്പ് 3 എന്ന് പറഞ്ഞിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ ഫെർമെന്റേഷൻ പ്രോസസ്. അപ്പൊ ഇതിൽ നമ്മൾ എന്താണ് ഫെർമെന്റേഷൻ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു, എന്താണ് ബയോ പ്രോസസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്താണ് ഫെർമെന്റർ എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുത്തു, ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് which are produced by fermentation process, and we had classified the different types of fermentation process. അപ്പോൾ അതിൽ 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
ഒന്ന് എങ്ങനെയാണ് ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച്, രണ്ടാമത്തത് ഓക്സിജന്റെ പ്രസൻസിനുള്ളതിനനുസരിച്ചിട്ടാണോ എന്നുള്ളത്, മൂന്നാമത്തത് ന്യൂട്രിയന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് വെദർ ഇറ്റ് ഈസ് സോളിഡ് ഓർ ലിക്വിഡ് ഓർ സെമി സോളിഡ് ആണോ എന്നുള്ളതിനനുസരിച്ച്, ആൻഡ് ഫൈനലി എങ്ങനെയാണ് അതിന്റെ പ്രൈമറി മെറ്റബോളിസത്തിന്റെ മെക്കാനിസം എന്നുള്ളതിനനുസരിച്ചും നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫെർമെന്റേഷൻ പ്രോസസ്.